നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ ആദ്യ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും. രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച അക്രമ സംഭവം ആസൂത്രിതമായി ഒതുക്കിയതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. DGPക്കാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറുക. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ്, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, ബിപിൻ, ഷൈജു എന്നിവരാണ് പ്രതികൾ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കും. അതേസമയം കേസ് ഡയറി തിരുത്തിയെന്നതിൽ ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകും. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷമാകും അന്തിമ റിപ്പോർട്ട് നൽകുക. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ച ശേഷം തിരുത്തിയെന്നാണ് SITക്ക് ലഭിച്ച മൊഴി. അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നവകേരള ബസിനു നേരെ പ്രതിഷേധിച്ച AD തോമസ് MLAയെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെയും തലയ്ക്കടിക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്ത കേസിലാണ് നടപടി. സംഭവത്തിന്റെ ദൃശ്യങ്ങളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തും. വകുപ്പ് തല നടപടിക്കും SP ഷൗക്കത്ത് അലി തലവനായ പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്യും. കേസിൽ 1ഉം 2ഉം പ്രതികളായ അനിൽകുമാറും സന്ദീപും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലെടുത്ത AD തോമസിനെയും അജയ് ജുവലിനെയും പ്രകോപനമൊന്നുമില്ലാതെയാണ് ഗൺമാന്മാർ മർദ്ദിച്ചത്. അതേസമയം ഗൺമാന്മാരെ രക്ഷിക്കാൻ കേസ് ഡയറി തിരുത്തിച്ചെന്ന വിവരം പുറത്തു വന്നതോടെ ADGP MR അജിത് കുമാറിനും കുരുക്ക് മുറുകുകയാണ്. കേസ് ഡയറി തിരുത്തിച്ചത് അജിത് കുമാർ ആണെന്നാണ് അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നത്. സമ്മർദ്ദം താങ്ങാനാവാതെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തലസ്ഥാനത്ത് കുഴഞ്ഞു വീണെന്നും സൂചനയുണ്ട്. ഇതെല്ലാം അജിത് കുമാറിന് തിരിച്ചടിയാണ്. ഇതിന്റെ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും ADGPയെയും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് മുൻ DYSP സുനിൽ രാജിനെയും പ്രതി ചേർക്കാൻ കഴിയുമെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം. IPS ഉദ്യോഗസ്ഥനായതിനാൽ ADGPയെ പ്രതി ചേർക്കാൻ മന്ത്രിസഭയുടെ അനുമതി വേണം. അദ്ദേഹത്തെ പ്രതിയാക്കിയാൽ കേസ് ഡയറി തിരുത്തിയ DYSPയെ മാപ്പുസാക്ഷിയാക്കി കേസ് കടുപ്പിക്കുമെന്നാണ് സൂചന. രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച അക്രമ സംഭവം ആസൂത്രിതമായി ഒതുക്കിയതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. DGPക്കാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറുക.